മോഹൻലാലിനൊപ്പം ശബരിമല ദർശനം നടത്തിയ സംഭവത്തിൽ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാതെ തിരുവല്ല CI അധികാര പരിധിക്ക് പുറത്ത് VIP-ക്കൊപ്പം പോയതിനാണ് CI സുനിൽ കൃഷ്ണയ്ക്ക് ഈ മാസം 19 നോട്ടീസ് നൽകിയത്. AV ജയശങ്കർ വിവരങ്ങൾ മറ്റു. ജയശങ്കർ, എന്തുകൊണ്ട് നോട്ടീസിന് മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ് CIയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ആ സംഭവത്തിന്റെ പശ്ചാത്തലം ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് വേണ്ടി ജയശങ്കർ. അശ്മി, മീനമാസ പൂജകൾക്ക് ശബരിമല നട തുറന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയത്. അന്നേ ദിവസം മോഹൻലാലിനൊപ്പം അന്ന് തിരുവല്ല CI ആയിരുന്ന സുനിൽ കൃഷ്ണയും സഞ്ചരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എന്തായാലും ഒരു മെമ്മോ നൽകിയിരുന്നത്. ആ മെമ്മോക്കാണ് മറുപടി ഇതുവരെ സുനിൽ കൃഷ്ണ നൽകാത്തൊരു സാഹചര്യമുള്ളത്. കഴിഞ്ഞ 9-നാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു മെമ്മോ ഇദ്ദേഹത്തിന് നൽകുന്ന ഘട്ടമുണ്ടായത്. ഔദ്യോഗികമായ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട തിരക്കുകളുള്ളതിനാൽ മെമ്മോയ്ക്ക് മറുപടി നൽകുന്നില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ മോഹൻലാലിനൊപ്പം യാത്ര ചെയ്യുന്നതിന് ഇദ്ദേഹം അനുമതി വാങ്ങിയിരുന്നില്ല. പക്ഷെ അന്നേ ദിവസം കൃത്യമായി ശബരിമല ദർശനത്തിന് തിരുവല്ല DYSPയിൽ നിന്ന് അനുമതി വാങ്ങിയാണ് പോയത്. പക്ഷെ അത് ശബരിമല ദർശനം നടത്താൻ മാത്രമുള്ള അനുമതിയായിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു VIP-ക്കൊപ്പം സുരക്ഷാ ക്രമീകരണം ഒരുക്കിക്കൊണ്ട് യാത്ര ചെയ്തു എന്നാണ്. അല്ല ഇപ്പോ ജയശങ്കർ, ഇരുമുടി എടുത്ത് മല കയറിയതല്ലേ? ഇരുമുടി എടുത്ത് മല കയറിയതാണ് മോഹൻലാലിനൊപ്പമായി പോയി എന്നുള്ളത് അത്ര വലിയ പ്രശ്നമാണോ? അശ്മി, ഇരുമുടി എന്തിക്കൊണ്ട് തന്നെയാണ് മല കയറിയത്. നമ്മളും അദ്ദേഹം മല കയറുന്നതിനൊപ്പം മോഹൻലാലിനൊപ്പം നമ്മളും വന്ന് യാത്ര ചെയ്തതാണ്. ഇരുമുടി എന്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം മല കയറിയത്. പക്ഷേ ID കാർഡ് ഉൾപ്പെടെ ധരിച്ചുകൊണ്ട് മോഹൻലാലിനൊപ്പം മല ചവിട്ടി എന്നതാണ് ഒരു കൃത്യലംഘനമായി. കാരണം അധികാര പരിധിക്ക് പുറത്ത് പമ്പ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഇത്തരത്തിൽ ഒരു VIP-ക്ക് സുരക്ഷ ഒരുക്കുന്ന തരത്തിൽ ശബരിമല ദർശനം നടത്തി എന്നതാണ് നിലവിൽ അദ്ദേഹത്തിന് മെമ്മോ നൽകാനുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് അന്ന് തിരുവല്ല എത്തിച്ചായിരിക്കുന്ന സമയത്ത് DYSPയിൽ നിന്ന് അനുമതി വാങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ദർശനം നടത്തിയത്. അതിന് പിന്നാലെ ഈ മോഹൻലാലിനൊപ്പമുള്ള ദൃശ്യങ്ങളും മറ്റും ചാനലുകളൊക്കെ വന്നതിന് പിന്നാലെയാണ് DYSP ഇത്തരത്തിൽ ഒരു മെമ്മോ നൽകുന്ന സാഹചര്യം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് SP-ക്കും നൽകിയിട്ടുണ്ട്. എന്നാലും ഔദ്യോഗിക തിരക്കുകൾ കഴിഞ്ഞതിന് ശേഷം പുതിയ ചുമതല ഏറ്റെടുത്ത് ഉടൻ തന്നെ ഇതിന് വിശദീകരണം നൽകുമെന്നാണ് സുനിൽ കൃഷ്ണ ഇതുമായി ബന്ധപ്പെട്ട് സുനിൽ കൃഷ്ണ മോഹൻലാലും ചങ്ങാതിമാരാണ്. അതൊരു കേസുമായി ബന്ധപ്പെട്ടാണ് ചങ്ങാത്തം ഉണ്ടായത്. അപ്പോൾ ഇരുമുടി ഏന്തി വിശ്വാസപൂർവ്വം മോഹൻലാലിനൊപ്പം മല കയറിയത് തന്നെയാണ്. അത് എങ്ങനെയാണ് അധികാര പരിധിക്ക് പുറത്താവുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, എന്തായാലും അത് പോലീസിൻ്റെ അവരുടെ സർവീസ് ചട്ടങ്ങളൊക്കെയാണ്. നമുക്ക് ചിലപ്പോൾ മൊത്തത്തിൽ പിടികിട്ടൂല.